പ്രൈസ് ലോർഡ്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് വരുന്ന സമയമാണ്. പ്രാർത്ഥനയിൽ വിടുതലും സൗഖ്യവും ഉണ്ടാകുന്നു. പ്രാർത്ഥന നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന സമയമാണ്. പ്രാർത്ഥനയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. പ്രാർത്ഥനയിൽ നിനക്ക് അസാധ്യമെന്ന് തോന്നുന്നത് പലതും സാധിക്കുന്ന സമയമാണ്. ദൈവവും മനുഷ്യരുമായി ഒന്നിക്കുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങൾ. അതിനാൽ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിലൂടെ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ സമയം, ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്നു പോയ ഒരു അവസ്ഥയിലായിരിക്കാം നാം ഇപ്പോൾ. പലരുടെയും വാക്കുകൾ കേട്ട് പലതും ചെയ്ത് ജീവിതം എങ്ങും എത്തി നിൽക്കാത്ത ഒരു അവസ്ഥയിലാണ് നാം ഇപ്പോൾ. എങ്കിൽ ഇന്ന് ദൈവം നിന്റെ ഹൃദയത്തിൽ സംസാരിക്കുന്ന ദിവസമാണ്. എല്ലാം വിട്ടുപോയി, എല്ലാം നഷ്ടപ്പെട്ടു. ജീവിത സാഹചര്യങ്ങൾ കാരണം, പല പല കാരണങ്ങൾ കാരണം, പ്രകൃതി ദുരന്തങ്ങൾ കാരണം സകലതും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ. എങ്കിൽ ഇന്ന് നിരാശയിൽ ജീവിതം പല തവണ പല കാര്യങ്ങൾ പരിശ്രമിച്ച് നോക്കിയിട്ടും എങ്ങും എത്തി നിൽക്കാതെ നിരാശയിലാണ് നിന്റെ ജീവിതം. എങ്കിൽ ഈ ദിവസം കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദിവസമാണ്. ഒരുപക്ഷെ നാം ചിന്തിക്കാം, എനിക്ക് വയസ്സ് ഏറെയായി, ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ചെയ്താൽ തന്നെ അത് ശരിയാവുകയില്ല എന്ന് നിന്റെ മനസ്സിൽ ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് ഓർക്കുക, കർത്താവായ ദൈവം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും അരികിൽ വരുന്ന ദിവസമാണ്. അവിടുത്തെ വചനം ഇപ്രകാരം പറയുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവും ആണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്ന് നാം കേൾക്കുമ്പോൾ രാജത്വത്തെക്കുറിച്ചാണ്, ഒരു രാജാവിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. യേശു ക്രിസ്തു, രാജാതിരാജനായ ദൈവപുത്രനായ യേശു ക്രിസ്തു ഇന്ന് നമ്മെ നവീകരിക്കുവാൻ, നമ്മെ പുനഃസൃഷ്ടിക്കുവാൻ, പുനഃസ്ഥാപിക്കുവാൻ ഇന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന ദിവസമാണ്. അവിടുത്തെ വചനം സത്യമാണ്. ദൈവവചനം സത്യമാണ്. അത് വിശ്വാസയോഗ്യമാണ്. യേശു ക്രിസ്തു, രാജാതിരാജനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ കുടുംബത്തെ നവീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശു ക്രിസ്തു ഇന്ന് നിന്റെ അരികിൽ എത്തിയിരിക്കും. നീ വിശ്വസിക്കുന്നുവോ? നിന്റെ ജോലി മേഖലയിലെ അരക്ഷിതാവസ്ഥ, നിന്റെ ബിസിനസ് രംഗത്തെ തകർച്ചകൾ, നിന്റെ വരുമാന മാർഗത്തിൻ്റെ മാന്ദ്യം, ഇവയെല്ലാം ഉയർത്തുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ക്രിസ്തു നിന്നെ നവീകരിക്കാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൻ്റെ പല പല മേഖലകളെ ക്രിസ്തുവിൻ്റെ രാജ്യത്വം നവീകരിക്കും, പുനഃസ്ഥാപിക്കും, പുനഃക്രമീകരിക്കും. യേശു ക്രിസ്തുവിൻ്റെ വചനം സത്യമാണ്. ക്രിസ്തുവാണ് വചനമായ ദൈവം. ആ വചനം സത്യമാണ്. അത് വിശ്വാസയോഗ്യമാണ്. ക്രിസ്തു എന്ന വചനത്തെ നിങ്ങൾ സ്വീകരിച്ച് അത് ഏറ്റുപറഞ്ഞ് അത് ആവർത്തിച്ച് ആ വചനത്തെ നിങ്ങൾ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എത്രമാത്രം ആഴത്തിൽ ക്രിസ്തുവിൻ്റെ വചനം
വചനമാകുന്ന ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ അത്രമാത്രം ആഴത്തിൽ വേഗത്തിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടും. മഹത്വപൂർണനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു, മകനെ മകളെ, ഞാൻ നിന്റെ ജീവിതം നവീകരിക്കാൻ പോവുകയാണ്. ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഞാൻ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. നീ എന്നെ സ്വീകരിക്കുമോ? നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയം എന്നിൽ ആശ്രയിക്കുന്നുണ്ടോ? നീ എന്നോട് പ്രാർത്ഥിക്കുന്നത് സാധിക്കും എന്ന് നീ വിശ്വസിച്ചിട്ടുണ്ടോ? എങ്കിൽ ഉറപ്പ് അത് സാധിച്ചിരിക്കും. നീ വിശ്വസിക്കുക, മഹത്വപൂർണനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഇന്ന് നിന്നെയും എന്നെയും സന്ദർശിക്കുന്ന ദിവസമാണ്. നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കർത്താവ് എഴുന്നള്ളി വരുന്നു. നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, പടുത്തുയർത്തുവാൻ, നിന്റെ ആശങ്കകളെ മാറ്റി, നിന്റെ നിരാശയെ മാറ്റി പുതിയ പ്രത്യാശ നൽകുവാൻ, ക്രിസ്തുവിൽ പ്രത്യാശ നൽകുവാൻ നിന്നെ അവിടുന്ന് സന്ദർശിക്കുന്ന പ്രഭാതമാണ് ഇന്ന്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ജീവിതത്തെ നീ നവീകരിക്കണമേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ, എൻ്റെ അസാധ്യങ്ങളെന്ന് ഞാൻ ചിന്തിച്ച കാര്യങ്ങളെ നീ സാധ്യമാക്കി തരണമേ. ഈ ലോകത്തിൻ്റെ മുൻപിൽ, എൻ്റെ ചുറ്റുവട്ടമുള്ളവരുടെ മുൻപിൽ, എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ നീ എന്നെ നവീകരിക്കണമേ. എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകാൻ ഇന്ന് ആഗ്രഹത്തോടെ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ എൻ്റെ ജീവിതം പുതുമയുള്ളതാകും. എൻ്റെ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. കർത്താവെ, നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈശോ തന്നെ അത് അരുളി ചെയ്യുന്നുണ്ട്, എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തെ കൂടാതെ നാം എന്തൊക്കെ ചെയ്താലും അത് ഫലപ്രാപ്തി തരികയില്ല. ഒരുപക്ഷെ പെട്ടെന്ന് അതിനൊരു ഫലമുണ്ടാകാം, എന്നാൽ ലോങ് റണ്ണിൽ അതിന് ഫലം ഉണ്ടാവുകയില്ല. അതിനാൽ ദൈവത്തെ മാറ്റി നിർത്തി ഒന്നും ചെയ്യാൻ നാം ശ്രമിക്കരുത്. കർത്താവ് സകലതും നവീകരിക്കുന്ന ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്നെ മഹത്വപ്പെടുത്താൻ വരുന്നു. അതിനാൽ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, കർത്താവെ, എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയണമേ. ഈ പ്രഭാതത്തിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയണമേ. കുടുംബത്തിൻ്റെ അന്തരീക്ഷം പുതുക്കണമേ. കുടുംബത്തിലുള്ള അന്ധകാര ശക്തികൾ അകന്നു മാറ്റി കർത്താവെ എന്നെ നവീകരിക്കണമേ. എൻ്റെ കുടുംബത്തെ നവീകരിക്കണമേ. എൻ്റെ മക്കളെ നവീകരിക്കണമേ. എൻ്റെ ജീവിത പങ്കാളിയെ നവീകരിക്കണമേ. എൻ്റെ സാമ്പത്തിക മേഖലയെ നവീകരിക്കണമേ. എൻ്റെ ഔദ്യോഗിക മേഖലയെ, ബിസിനസ് രംഗത്തെ, വരുമാന മാർഗത്തെ നീ നവീകരിച്ച് ഉയർത്തണമേ എന്ന് കർത്താവെ, ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് സകലവും പുതുക്കുന്ന ദൈവമേ, ഞങ്ങളെ നവീകരിക്കുന്ന ഈശോയെ, ഈ മക്കളുടെ ജീവിതത്തെ നീ നവീകരിച്ച് ഇന്ന് അവർ ദൈവത്തിന് സാക്ഷികളായി മാറുന്ന ദിവസമാക്കി മാറ്റണമേ. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളെ കണ്ട് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തിൽ കൂടുതൽ വിശ്വാസമർപ്പിക്കുന്നതിനും എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ ഈ സമയം തന്നെ നീ പ്രവർത്തിക്കണമേ. ഇവരുടെ ജീവിതത്തെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിലെ പഴയ ബന്ധനങ്ങൾ എല്ലാം മാറിപ്പോയി, പഴയ ബന്ധനങ്ങൾ, കെട്ടുകൾ എല്ലാം പൊട്ടിച്ചു കളഞ്ഞ് കർത്താവെ, പാപത്തിൻ്റെ ബന്ധനങ്ങളും കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞ് ഇവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം പകർന്ന ഒരു പുതിയ ജീവിതത്തിന് ഈ മക്കളെ പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ മഹത്വം ഉണ്ടാകണമേ, നിന്റെ കൃപയും കാരുണ്യവും ഉണ്ടാകണമേ, നിന്റെ ഫേവർ ഇന്ന് ഇവരോട് കൂടെ ഉണ്ടാകണമേ. ഇന്ന് ഇവരുടെ എല്ലാ കാര്യങ്ങളിലും നിന്റെ സ്വാധീനമുണ്ടായി ഈ മക്കൾക്ക് വിജയം നൽകി ഇവർക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ പുനഃസ്ഥാപിക്കണമേ,
പുനഃക്രമീകരിക്കണമേ. ഇവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന നാഥ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു, കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ഓരോ ദിനവും രാവും നീ ചെയ്യുന്ന അത്ഭുതങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എപ്പോഴൊക്കെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അപ്പോഴെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകിയിട്ടുണ്ട്. ദൈവമേ, അത്ഭുത പ്രവർത്തകനായ കർത്താവേ, ഇന്ന് എന്നെ കേൾക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തി ഇവരെ ദൈവത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ വലതുവശത്ത് ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിക്കുകയും ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് നവീകരിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന ഷെയർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.